പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടി. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്നത് വിശുദ്ധ യൂദാ തദേവൂസാണ്. വിശുദ്ധ യൂദാ തദേവൂസിനെ പോലെ തന്നെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയായിട്ട് അറിയപ്പെടുന്ന ഒരു വിശുദ്ധയുടെ തിരുനാളാണ് ഇന്ന് തിരുസഭ ആഘോഷിക്കുന്നത്. കാഷ്യായിലെ വിശുദ്ധ റീത്ത എന്ന സന്യാസിനിയുടെ തിരുനാൾ. നമ്മൾ ഈ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ഈ വിശുദ്ധിയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് അതൊക്കെ ദൈവം സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി ആരംഭിക്കാം. നമ്മുടെ പാപങ്ങൾ ഓർത്ത് ഒരുമിച്ച് നമുക്ക് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യാ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കർത്താവെ, വിശുദ്ധ റീത്തയിൽ ചൊരിയാൻ അങ്ങ് തിരുവുള്ളമായ കുരിശിൻ്റെ ജ്ഞാനവും മനസ്ഥൈര്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ക്ലേശങ്ങളിൽ ക്രിസ്തുവിനോടൊത്ത് സഹിച്ചുകൊണ്ട് അവിടുത്തെ പെസഹ രഹസ്യത്തിൽ കൂടുതൽ ആഴത്തിൽ പങ്കുചേരാൻ ഞങ്ങൾ യോഗ്യരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലുണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ 1 വർഷവും 6 മാസവും താമസിച്ചു. ഗാല്ലിയോ അക്കായിയായിൽ ഉപസ്ഥാനപതിയായിരിക്കുമ്പോൾ യഹൂദർ പൗലോസിനെതിരെ സംഘടിതമായ ഒരാക്രമണം നടത്തി. അവർ അവനെ ന്യായാസനത്തിന് മുൻപിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു: ഈ മനുഷ്യൻ നിയമവിരുദ്ധമായ രീതിയിൽ ദൈവാരാധന നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. പൗലോസ് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗാല്ലിയോ യഹൂദരോട് പറഞ്ഞു: യഹൂദരെ, വല്ല കുറ്റകൃത്യത്തിൻ്റെയോ ഗുരുതരമായ പാതകത്തിൻ്റെയോ കാര്യമാണെങ്കിൽ നിങ്ങൾ പറയുന്നത് തീർച്ചയായും ഞാൻ കേൾക്കുമായിരുന്നു. എന്നാൽ ഇത് വാക്കുകളെക്കുറിച്ചും പേരുകളെക്കുറിച്ചും നിങ്ങളുടെ നിയമത്തെക്കുറിച്ചുമുള്ള പ്രശ്നമാകയാൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുക. ഇക്കാര്യങ്ങളുടെ വിധികർത്താവാകുവാൻ ഞാൻ ഒരുക്കമല്ല. അവൻ ന്യായാസനത്തിന് മുൻപിൽ നിന്ന് അവരെ പുറത്താക്കി. അവരെല്ലാം ഒന്നു ചേർന്ന് സിനഗോഗധികാരിയായ സോസ്തെനോസിനെ പിടിച്ച് കോടതിയുടെ മുൻപിൽ വച്ച് തന്നെ അടിച്ചു. എന്നാൽ ഗാല്ലിയോ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. പൗലോസ് കുറേ നാൾ കൂടി അവിടെ താമസിച്ചിട്ട് സഹോദരരോട് യാത്ര പറഞ്ഞ് സിറിയയിലേക്ക് കപ്പൽ കയറി. പ്രിസില്ലയും അക്വിലായും അവൻ്റെ കൂടെ പോയി. അവന് നേർച്ചയുണ്ടായിരുന്നതിനാൽ കെങ്ക്രയിൽ വെച്ച് തല മുണ്ഡനം ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. ദൈവം ഭൂമി മുഴുവൻ്റെ രാജാവാണ്. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിൻ്റെ മുൻപിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ.
അത്യുന്നതനായ കർത്താവ് ഭീതിതനാണ്. അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തന്നു. ജനതകളെ നമ്മുടെ കാൽ കീഴിലാക്കി. അവിടുന്ന് നമ്മുടെ അവകാശം തിരഞ്ഞെടുത്തു തന്നു. താൻ സ്നേഹിക്കുന്ന യാക്കോബിൻ്റെ അഭിമാനം തന്നെ. ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവത്തെ പാടിപ്പുകഴ്ത്തുവിൻ, സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. നമ്മുടെ രാജാവിന് സ്തുതികൾ അർപ്പിക്കുവിൻ, കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്തു സഹിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവിടുത്തെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതനാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയുമില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന പോലെ ആർക്കും എടുത്ത് മാറ്റാൻ പറ്റാത്ത സന്തോഷം ജീവിച്ച ഒരു വിശുദ്ധയുടെ തിരുനാളാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. കാശ്യായിലെ വിശുദ്ധ റീത്തയുടെ. റീത്ത കുഞ്ഞുനാൾ തൊട്ട് തന്നെ ആഗ്രഹിച്ചത് ഒരു സന്യാസിനിയാകണം, കന്യാസ്ത്രീയാകണമെന്നാണ്. പക്ഷേ വിവാഹപ്രായം എത്തിയപ്പോൾ അവളുടെ വീട്ടുകാർ നിർബന്ധിച്ച് അവളെ കല്യാണം കഴിപ്പിക്കുന്നുണ്ട്. വീട്ടുകാരോട് അവൾ നീതി പുലർത്തി വിവാഹമെന്ന കൂതാശയിലേക്ക് പ്രവേശിക്കുന്നു. അവൾക്ക് കിട്ടിയ ഭർത്താവെന്ന് പറയുന്നത് വയലൻസും അതോടൊപ്പം യുദ്ധത്തിലുമൊക്കെ ഒരുപാട് താല്പര്യമുള്ളൊരു മനുഷ്യനായിരുന്നു. വിശ്വാസം ഉണ്ടായിരുന്നില്ല. റീത്തി മനുഷ്യനോട് ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ല വഴിയിലേക്ക് ആ മനുഷ്യൻ തിരിയുന്നുണ്ട്. പക്ഷേ പണ്ട് ചെയ്ത പല കുറ്റങ്ങളുടെ പേരിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നു. 2 മക്കൾ റീത്തയ്ക്കുണ്ടായിരുന്നു. ഈ 2 മക്കളും വളരെ ചെറുപ്പമായിരുന്നു. അപ്പനെ കൊന്നവർക്കെതിരെ പകരം വീട്ടണമെന്ന ആഗ്രഹത്തോടെയാണ് ഈ മക്കൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ റീത്ത ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, മക്കൾ ഒരിക്കലും വഴിതെറ്റി പോകരുത്. അതിനേക്കാളും നല്ലത് അതിനു മുമ്പേ അവരെ നീ വിളിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ 2 മക്കളും അസുഖം വന്ന് മരിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ചെറുപ്പത്തിലെ റീത്ത വിധവയായി. റീത്തയുടെ മക്കൾ നഷ്ടപ്പെട്ടു. അവൾ കുഞ്ഞുനാൾ തൊട്ട് കൊണ്ടു നടന്ന ആഗ്രഹം അവൾ സഫലീകരിക്കുന്നത് പിന്നീട് അഗസ്റ്റീനിയൻ സന്യാസിനി സമൂഹത്തിൽ ചേർന്നുകൊണ്ടാണ്. അവിടെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും അവൾ ജീവിക്കുന്നു. 60 വയസ്സായപ്പോൾ റീത്ത എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കുരിശ് രൂപമുണ്ട്. അതിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിരസിലെ മുൾമുടിയിൽ നിന്ന് ഒരു മുള്ള് വന്ന് റീത്തയുടെ നെറ്റിയിൽ തൊടുന്നുണ്ട്. അവിടെ തിരുമുറിവ് പോലെ ഒരു മുറിവ് റീത്തയ്ക്കുണ്ടാവുന്നു. പിന്നീട് മരണം വരെ റീത്ത ആ മുറിവ് കൊണ്ട് നടന്നു എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ അവസാനം ഭാഗത്ത് 4 വർഷം അവൾ ബെഡ് റിഡനായിരുന്നു, കിടക്കയിൽ തന്നെ.
ആ സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും അവൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയായിരുന്നു റീത്തയുടെ ഭക്ഷണമെന്ന് പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ അതുകൊണ്ട് മാത്രം 4 വർഷം അവൾ ജീവിച്ചു. ഇങ്ങനെ ദുഃഖങ്ങളിലൂടെ, ദുരന്തങ്ങളിലൂടെ റീത്ത കടന്നു പോകുമ്പോഴും അവളുടെ മുഖത്ത് നിന്ന് സന്തോഷം ഒരിക്കലും മാഞ്ഞില്ലെന്നുള്ളതാണ്. റീത്ത ജീവിതത്തിലുടനീളം അങ്ങനെയാണ് ജീവിച്ചത്. ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റാത്ത സന്തോഷത്തിൽ അവൾ ജീവിച്ചു. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിന് സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മധ്യ സഭയിൽ നന്മയ്ക്കുമായി അങ്ങയുടെ കാര്യങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ കുടുംബത്തിൻ്റെ കാണിക്കൽ കാരുണ്യപൂർവ്വം സ്വീകരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ സംരക്ഷണത്തിൻ്റെ സഹായത്താൽ സ്വീകരിച്ചവ അവർ നഷ്ടപ്പെടുത്താതിരിക്കാനും നിത്യമായ ദാനങ്ങളിലേക്ക് എത്തിച്ചേരാനും ഇടയാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലോണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങേ വിസ്മരണീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതിയെ ആദ്യ ഉത്ഭവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങ് ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിം പിണ്ഡലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന. ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന. കർത്താവെ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞ കാണാൻ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ.
അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്ന മർഗരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങ് സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷൻ ജോസഫ് പിതാവിനോടും വൈദിക ഗണത്തോടും ഒത്തു സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവും അങ്ങേക്ക് പരിശുദ്ധാത്മാ ഐക്യത്തിലല്ല ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധനാൻ ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റിയൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തീർന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളും നിങ്ങൾ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിന് മോചരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതൻ. കർത്താവെ, പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരം വാഴ്ത്തിടും നീതാ സുഗനായക, കാത്തുകൊള്ളുക നീ സർവദായക. വിണ്ണിൽ വാഴും നിന്റെ രാജ്യം വന്നിടേണമേ. മധുരം നിന്നാമം പാവനം. നീല നീലവാനിലേതോ കാവൽ മാടം തന്നിലോ നിർനിമിഷ നേത്രനായി നീ കാത്തരുൾക ഞങ്ങളെ. നീളെ പൂവിൻ കാതിൽ കാറ്റിൻ നീണമായി വരൂ നീ. അല്ലിത്തിൻ മുല്ലയ്ക്കും പൂത്തുണ്ടിൽ അറിയൂ തീൻതുള്ളിയായി. ദേവദൂതരോ വെൺപിറാക്കളായി പൂച്ചൊരിഞ്ഞുവോ മൂലികകൾ. വാഴ്ത്തിടും നിതാ സ്വർഗനായക, കാത്തുകൊള്ളുക നീ സ്വർഗനായക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നിരന്തര കാരുണ്യത്താൽ വീണ്ടെടുത്തവരെ കാത്തുപാലിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ പുത്രൻ്റെ പീഡാസഹനത്താൽ രക്ഷിക്കപ്പെട്ടവർ അവിടുത്തെ ഉദ്ധാനത്തിൽ ആനന്ദിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലുടമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാ